ഞാനിവിടെ ഇന്ന് പൂരിക്കും ചപ്പാത്തിക്കും പറ്റിയ നല്ല അടിപൊളി ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് തന്നെ നോക്കിയാലോ. ആദ്യം തന്നെ ഓയിലൊഴിക്കുക. ഓയിൽ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെറിയ ജീരകം ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാമേ. പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. ഞാനൊരു മീഡിയം സവാള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, അതും കൂടി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പും കൂടി ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. എരിവ് നമ്മുടെ ആവശ്യത്തിന് ചേർക്കുക. പച്ചമുളക് നമ്മുടെ ആവശ്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാമേ. പിന്നെ നമുക്ക് ഇച്ചിരി ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ട് കൊടുക്കാവേ. നമുക്കൊന്ന് നന്നായിട്ട് മുരിച്ചെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത്, നമ്മൾ ഈ സമയം നമ്മൾ പൊട്ടറ്റോ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അതൊന്ന് നന്നായിട്ട് സ്മാഷ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മൊത്തം ഉടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുത്തേച്ചാൽ മതി. നമുക്കിട്ട് കൊടുത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം നമുക്ക് ഇതോടൊപ്പം തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതൊന്ന് യോജിച്ച് വരുന്ന സമയം നമുക്ക് മെയിനായിട്ട് ഇതിന് വേണ്ടത് നമ്മുടെ കടലമാവാണ്. കടലമാവ് നമുക്ക് 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ എടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. അതൊന്ന് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. അതൊന്ന് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് കുറുകി നല്ല സെറ്റായിട്ട് കിട്ടുമേ. കണ്ടോ, നല്ല പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് തിക്കായിട്ട് കിട്ടും. അതോടൊപ്പം തന്നെ പൊട്ടറ്റോ നമുക്ക് വേണമെന്നുണ്ടെന്ന് നന്നായിട്ടൊന്നും കൂടെ ഉടച്ചു കൊടുക്കണമേ. ഇതാദ്യം തന്നെ ചെയ്യാം. ഞാനിവിടെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി പൂരിക്കൊക്കെ പറ്റിയ, നല്ല പൂരിക്ക് ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തും കൂടെ പോണേ.